വീഡിയോ ഒത്തിരി പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളൊക്കെ ചെയ്തിട്ട് എന്താണ് ചെറിയൊരു പോക്കറ്റ് മണിയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ടോട്ടലി ഫ്രീ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ പ്രത്യേക ടൈമൊന്നും ഇല്ലാതെ എന്താണ് ചെറിയ പോക്കറ്റ് മണി പോലത്തെ കുഞ്ഞു കുഞ്ഞു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ വിഡ്രോൾ ചെയ്യണം എന്നതിനെ പറ്റി തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ചിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നമുക്ക് എന്താണ് എഡ്യൂക്കേഷനോ പിന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ ഒന്നുമില്ലാതെ വീട്ടിലിരുന്നിട്ട് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളൊക്കെ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിടലിനായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് എത്താവുന്നതാണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ തനിയെ ഒറ്റയ്ക്കിരുന്ന് വേണം എന്ത് ചെയ്യാനായിട്ട്. ഗെയിം ആണെങ്കിലും പിന്നെ കോയിൻസ് ഏൺ ചെയ്യുന്നില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമുക്കൊരു മത്സരം രീതിയിലില്ല. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മാത്രമായിരിക്കില്ല, നമുക്ക് ഓപ്പോസിറ്റായിട്ട് വേറൊരാളും കൂടി കാണും. അപ്പം നമ്മൾ രണ്ട് പേരും കൂടി വേണം എന്ത് ചെയ്യാനായിട്ട്, ഗെയിം കളിക്കാൻ. അപ്പോൾ ഫസ്റ്റ് ആരാണ് അടിക്കുന്നത് അവർക്ക് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും. സെക്കൻഡ് നമ്മൾ എത്രയാണ് ഏൺ ചെയ്തിരിക്കുന്നത് ആ ഒരു പോയിൻ്റ് കിട്ടും. അപ്പോൾ അതൊരു എനിക്ക് സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം നമുക്കൊരു വാശി കൂടുതൽ പോയിൻ്റ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ നമുക്ക് പറ്റും. ഇതിലൂടെ നമുക്ക് കൂടുതൽ വിജയിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ കിട്ടും. അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് സിമ്പിളാണ്, വേറൊന്നുമില്ല. നമ്മൾ ക്യാപ്ച സോൾവ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കിനും ആദ്യമേ നമ്മുടെ മെയിൽ ഐ ഡി ആണ് ചോദിക്കുന്നത്. നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ ഫോൺ നമ്പറും എൻ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയാണ് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാനുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത് ക്യാപ്ച സോൾവിങ്ങിലൂടെയാണ്. അതിന് നിങ്ങൾ ഇവിടെ ക്യാപ്ച ഓപ്ഷൻ കണ്ടോ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ രണ്ട് പേരാണുള്ളത്, ഒരിടത്ത് നമ്മളുണ്ട്. രണ്ടാമത്തെ ആളെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിനായിട്ട് ഇവിടെ ഫൈൻഡ് ഓപ്പോസൻ്റ് എന്നുള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതെ, നമുക്ക് ഓപ്പോസിറ്റായിട്ട് ഉള്ള ആളെ നമ്മൾ കണ്ടെത്തി. ഇനി ഡയറക്റ്റ് നമ്മൾ ഗെയിമിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ടൈമർ ഇവിടെ ഓടുന്നുണ്ട്. ആ ടൈമറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ക്യാപ്ചാസ് ടൈപ്പ് ചെയ്തിരിക്കണം. ടൈം കഴിയുന്നതിന് മുന്നായിട്ട് നമുക്ക് എത്ര ക്യാപ്ച ടൈപ്പ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചായിരിക്കും കോയിൻസ്. ഇവിടെ ടൈമർ ഓടുന്നുണ്ട്. തൊട്ടപ്പുറം തന്നെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, നമ്മുടെ കോയിൻസ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കാണുന്ന ഇതാണ് ടൈമർ. ഇപ്പോഴാണ് നമ്മൾ ഏൺ ചെയ്യുന്നതിൻ്റെ സ്കോർ കാണാൻ പറ്റുന്നത്. നമ്മൾ ഫാസ്റ്റായിട്ട് വേണം അടിക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ സംസാരിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇത്ര സ്പീഡ് കിട്ടുന്നില്ല. എന്നാലും നിങ്ങൾ അല്ലാത്തപ്പോൾ മാക്സിമം ട്രൈ ചെയ്ത് സ്പീഡ് ടൈപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ടൈമർ ഓടുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, സ്പീഡ് ടൈപ്പ് ചെയ്യുക. പിന്നെ നെറ്റുള്ളിടത്ത് നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടോ ഇപ്പോൾ റിസൾട്ട് വന്നു. യു ഗെറ്റ് എത്രയാണ്, 5 കോയിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എനിക്ക് ഗെയിമിൽ കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 13ആണ്. അപ്പം 13 ആകുമ്പോൾ എനിക്ക് കിട്ടുന്നത് പറഞ്ഞാൽ 5 കോയിൻസ്. അപ്പം മാക്സിമം നിങ്ങൾ എത്ര സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കോയിൻസ് കിട്ടുമ്പോഴത്തേക്കിന് ഇവിടെ അത് ആഡ് ചെയ്ത് കാണിക്കും. പിന്നെ ഇവിടെ ഒരു ഇത് കിടക്കുന്നുണ്ട്, ഇത് ടിക്കറ്റാണ്. നമ്മൾ ഓരോ ക്യാപ്ചയെ കളിക്കാനായിട്ട് നമുക്കുള്ള എൻട്രി ടിക്കറ്റാണ് ഈ ഒരു 15 എണ്ണം. ആദ്യമായിട്ട് സൈനപ്പ് നമ്മൾ കയറുമ്പോഴത്തേന് 20 എണ്ണമാണ് ടോട്ടലി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. ആ 20 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യണം, ടിക്കറ്റ് ഏൺ ചെയ്യണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം 20 എണ്ണമാണ്. ഇപ്പം ഞാൻ കളിച്ച് എനിക്ക് ഇനി 15 എണ്ണം കൂടിയേ ഉള്ളൂ. അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം. പിന്നെ ഉള്ളതെന്ന്
പറഞ്ഞാൽ പ്ലേ ഗെയിമാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ വന്നിട്ട് അക്സെപ്റ്റ് കൊടുക്കുക. അത് കഴിയുമ്പോൾ പ്ലേ ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗെയിമിൻ്റെ ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ടോ. ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിം കളിക്കാൻ പറ്റും. ഓരോ ലെവലിൽ നിന്നും അവർ ഇത്ര കോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ കോയിൻസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എല്ലാം തന്നെ ആപ്ലിക്കേഷൻസും ഗെയിമും ഒക്കെയാണ്. ആപ്ലിക്കേഷൻസ് ആകുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർ പറയുന്ന ആ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം തന്നെ അങ്ങനത്തെ സെയിം പ്രൊസീജിയർ തന്നെയാണ് എല്ലാത്തിനകത്തും വരുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ഡയമണ്ട് സിറ്റി എന്ന് പറയുന്നതാണ്. ഇത് കണ്ടോ, കംപ്ലീറ്റ് ടാസ്ക് പ്ലേ ഡയമണ്ട് സിറ്റി ബിൽഡ് എ സൈബർ മോൾ വിത്തിൻ 30 days ആഫ്റ്റർ ഇൻസ്റ്റോളിങ്. കണ്ടോ, നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ ഒരു സൈബർ മാൾ എന്ത് ചെയ്തിരിക്കണം, ബിൽഡ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 2200 കോയിൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഗെയിംസൊക്കെ കളിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. പിന്നെ ഉള്ളത് സർവേസ് ആണ്. ഇവിടെ ഒരുപാട് സർവേ ഉണ്ട്. ആ സർവേസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതുണ്ട് PF സർവേ, WA സർവേ, അങ്ങനെ ഒരുപാട് സർവേസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സ്, നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ റേറ്റ് കൊടുത്തിട്ട് നമുക്ക് റേറ്റിംഗ് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടാൽ റേറ്റിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ റെഡീം ഓപ്ഷനാണ്. ഇവിടെ ജസ്റ്റ് റെഡീമിൽ ക്ലിക്ക് ചെയ്യുക. റെഡീമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അവർ കൊടുത്തിട്ടുണ്ട് പേപ്പാൽ വഴിയാണ് നമ്മൾ വിഡ്രോവൽ ചെയ്യേണ്ടത്. 20,000 കോയിൻസ് എന്ന് പറയുന്നത് $2 50,000 കോയിൻസ് എന്ന് പറയുന്നത് $5. അപ്പോൾ അവർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് വെയിറ്റ് അപ് ടു 3 ബിസിനസ് ഡേയ്സ് ടു പ്രോസസ് യുവർ റിക്വസ്റ്റ്. സാറ്റർഡേ സൺഡേ ആൻഡ് ഹോളിഡേയ്സ് ആർ നോട്ട് ഇൻക്ലൂഡ്. കണ്ട, അപ്പോൾ നമ്മൾ വിഡ്രോവലിനുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് 3 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 3 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകത്തുള്ളൂ. സാറ്റർഡേ സൺഡേ ഹോളിഡേ, ശനിയാഴ്ച ഞായറാഴ്ച പിന്നെ ഏതെങ്കിലുമൊക്കെ അവധിയുള്ള ദിവസങ്ങൾ അവർ വർക്കിംഗ് ആയിരിക്കത്തില്ല. അല്ലാതെ കൂട്ടുന്ന 3 ദിവസമാണ് ക്യാഷ് പേയ്മെൻറ്റിന് അവർ തരുന്നത്. പിന്നെ നമ്മൾ ക്യാഷ് വിഡ്രോവൽ ചെയ്യേണ്ടത് പേപ്പാൽ അക്കൗണ്ടിലേക്കാണ്. പേപ്പാലിൻ്റെ മെയിൽ ID കൊടുക്കുക. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് വിഡ്രോവൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പേപ്പാലിൻ്റെ മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഓപ്ഷനിൽ പേപ്പാലിൻ്റെ മെയിൽ ID കൊടുക്കുക, എന്നിട്ട് റെഡീം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് 3 ദിവസത്തിനുള്ളിൽ ക്യാഷ് നമ്മുടെ പേപ്പാലിലേക്ക് വരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വരുമാനം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണി ആയിട്ട് നിങ്ങൾക്ക് ഇതൊരു യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ താല്പര്യമുള്ളവരെല്ലാം വർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.